തെങ്ങ് ചതിക്കില്ലെന്നാണ് പഴമൊഴി. പക്ഷേ ഇടയ്ക്ക് തെങ്ങും ചതിക്കുമെന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു പെണ്ണ് പറയുന്നു. ജീവിതം പ്രതിസന്ധിയിലായ സമയത്ത് സഹോദരന്റെ ജീവനെടുത്ത അതേ തെങ്ങിനെയാണ് അവൾ ആശ്രയിച്ചത്. അപകടം പറ്റിയ ശേഷം തെങ്ങിൽ കയറാൻ സാധിക്കാതിരുന്ന ചെത്തുതൊഴിലാളി സുധാകരൻ തെങ്ങിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഭാര്യ ഷീജയ്ക്ക് കള്ളച്ചെത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകി. കണ്ണൂർ ജില്ലയിലെ കണ്ണവത്ത് പന്നിയോടുള്ള ഷീജ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളിയാണ്. സന്ധികളില്ലാത്ത ഷീജയുടെ ജീവിതത്തെ ഒന്നടുത്തറിയാം. തെങ്ങിനെ മോളും തന്നെ ചെത്തുന്ന സമയത്ത് കൈയിൻ്റെ ഞരമ്പ് മുറിഞ്ഞു പോയി. അപ്പം രക്തം ഫുള്ളും വാർന്നിട്ട് താഴെ വീണതാണ്. തെങ്ങി കയറി കള്ള് ചെത്തി ആദ്യത്തെ കള്ള് ഷാപ്പിലേക്ക് എത്തിക്കുമ്പോൾ അറിയായിരുന്നോ ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളി എന്നൊക്കെയുള്ള കാര്യം അറിയായിരുന്നോ? ഇല്ല, അതൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേരിൽ അളക്കാന്ന് വെച്ചിട്ടല്ല ചെയ്തത്. ഭർത്താവ് ചെത്തു തൊഴിലാളായതുകൊണ്ട് ഭർത്താവിൻ്റെ പേരിൽ കള്ള അളക്കാന്ന് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ പൈസ ഇല്ല. അങ്ങനെ ആയാലും മുമ്പോട്ടേക്ക് ജീവിതം പോകണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ചെറിയ തെങ്ങ് കെട്ടിയിട്ട് പടിന്ന് പറഞ്ഞു തരാം. അങ്ങനെയാണ് ഞാൻ തെങ്ങ് പഠിച്ചത്, ചെത്തു തൊഴിലാളിൻ്റെ പഠിച്ചത്. ഭർത്താവ് അടിയെന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ തെങ്ങ് ചെത്താൻ തുടങ്ങി. അങ്ങനെ ചെത്തിയപ്പോൾ അതിനകത്ത് ചെത്തിയപ്പോൾ കള്ളായി. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്. നമുക്കിപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല. ഇത് 3 നേരം ആരായാലും ഇപ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 നേരം തെങ്ങ് ചെത്തിയിരിക്കണം. അത്ര പ്രശ്നമില്ല. എന്ന് വെച്ചാൽ വരുന്നത് എന്തായാലും വരും എന്നുള്ളൊരു ഇത്. അതിപ്പോൾ അടിയിൽ നിന്നായാലും വരും, മേലെ നിന്നായാലും വരും. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ ആയിട്ട് വനിതകൾ ആദ്യമായി ചരിത്രത്തിൽ ഇടം നേടിയ കുറേ സംഭവങ്ങളുണ്ട്. വനിത ആദ്യമായി ഒരു പൊസിഷനിലെത്തി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിൽ വനിതകൾ ആദ്യമായി എത്തി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അത്തരത്തിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണവം എന്ന് പറയുന്ന സ്ഥലത്ത് പൂഴിയോട് പന്നിയോട് എന്ന് പറയുന്ന ഒരു ഉൾഗ്രാമത്തിൽ ഒരു വനിതയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ചെത്തു തൊഴിലാളി ഷീജ ജയകുമാർ. ഷീജ ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. എങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളിയിലേക്കുള്ള ഷീജ ചേച്ചിയുടെ ഒരു യാത്ര? എവിടുന്ന് തുടങ്ങി, എങ്ങനെ ഇപ്പോൾ ആ യാത്ര എത്തി നിൽക്കുന്നു? ഞാൻ ഈ ചെത്തു തൊഴിലാളിയിലേക്ക് വന്നത് പറഞ്ഞാൽ ഭർത്താവിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഭർത്താവ് ചെത്തു തൊഴിലാളിയായിരുന്നു. അപ്പോൾ ഭർത്താവിന് ആക്സിഡൻറ്റ് പറ്റിയപ്പം മോനെല്ലാം 8ാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ പൈസ ഇല്ല. അങ്ങനെ ആയാലും മുമ്പോട്ടേക്ക് ജീവിതം പോകണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ചെറിയ തെങ്ങ് കെട്ടിയിട്ട് പടിന്ന് പറഞ്ഞു തരാം. അങ്ങനെയാണ് ഞാൻ തെങ്ങ് പഠിച്ചത്, ചെത്തു തൊഴിലാളിൻ്റെ പഠിച്ചത്. ഭർത്താവ് അടിയെന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ തെങ്ങ് ചെത്താൻ തുടങ്ങി. അങ്ങനെ ചെത്തിയപ്പോൾ അതിനകത്ത് ചെത്തിയപ്പോൾ കള്ളായി. ഞാൻ തെങ്ങ് കെട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു ആവില്ല, എനക്കെന്നെ ആക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് ഒട്ടും ആവില്ല, വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ നമുക്ക് മുമ്പോട്ടേക്ക് പോകണ്ടേ, എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അതിനു മുൻപ് എനിക്ക് തോന്നുന്നു അനിയനൊക്കെ ചെത്താറുണ്ടായിരുന്നു തോന്നുന്നു. എൻ്റെ അനിയൻ ചെത്തു തൊഴിലാളിയായിരുന്നു. പിന്നെ തെങ്ങിൻ്റെ ഉള്ളിൽ ഓന് വീണിട്ടാണ് മരണപ്പെട്ടത്. ഇപ്പം മരിച്ചിട്ട് 8 വർഷമായി ഓൻ മരിച്ചിട്ട്. തെങ്ങിൻ്റെ ഉള്ളിൽ ചെത്തുന്ന സമയത്ത് കൈൻ്റെ ഞരമ്പ് മുറിഞ്ഞിട്ട് രക്തം പാർന്നിട്ടാണ് താഴെ വീണത്. വീണിച്ച് തന്നെ അവൻ മരണപ്പെട്ടത്. ആശുപത്രിയിൽ എത്തിയില്ല, അപ്പോഴത്തേക്കാണ് പോയി. ഓക്കെ. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മരണപ്പെട്ടത് അല്ലേ? ഈ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു മരണപ്പെട്ടത്. അതിനുശേഷമാണ് ഷീജ ചേച്ചി ചെത്തു തൊഴിലാളി ആവുന്നത്. അതിന് ശേഷം ഓൻ മരിച്ചിട്ട് 2.5 വർഷം ആയിട്ടുണ്ടാവും. ആ സമയത്താണ് ഞാനിത് ചെയ്തത്. അവൻ മരിച്ചത് മനസ്സിലുണ്ട്. ആങ്ങളെ എന്ന് വെച്ചാൽ എൻ്റെ അനിയനായിരുന്നു. അപ്പോൾ അതൊരു മനസ്സിലുണ്ട്. പിന്നെ ജീവിതം മുമ്പോട്ടേക്ക് പോകണ്ടേ, അപ്പോൾ പിന്നെ അതൊന്നും ചിന്തിച്ചിട്ടില്ല. ആങ്ങളെ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ് ജീവൻ നഷ്ടപ്പെട്ടു. ഭർത്താവ് ഇതേ ജോലി ചെയ്യുമ്പോഴാണ് തോന്നണു അല്ലേ? ഭർത്താവ് ഈ ആങ്ങളെ തെങ്ങിൻ്റെ ഉള്ളിൽ ഈ ജോലി ചെയ്യുമ്പോഴാണ് വീണത്. പിന്നെ ഭർത്താവ് ജോലി ചെയ്തിട്ട് കള്ള് കൊണ്ട് ഷാപ്പിലേക്ക് പോകുന്ന സമയത്താണ് ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ അങ്ങനെയാണ് ഇതായത്. എന്നിട്ടും ഷീജ ചേച്ചി ഈ ജോലി തന്നെ തെരഞ്ഞെടുത്തു. ഉള്ളിൽ ഒരു പേടിയോ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പതർച്ച ഉണ്ടായിരുന്നോ? അന്നേരം പേടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ മനസ്സിൽ ആങ്ങളെ പറ്റിയത് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ജീവിതം മുമ്പോട്ടേക്ക് പോകണമല്ലോ, അത് പിന്നെ അതത്ര കാര്യമാക്കിയില്ല. അന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ കുറച്ച് എതിർപ്പൊക്കെ അച്ഛനിന്നില്ല, അന്ന് വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷേ എങ്കിൽ എന്നിട്ടും ഞാൻ പിന്നെ അച്ഛനോട് പറഞ്ഞില്ല. എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ് ഞാൻ അച്ഛനോട്, അച്ഛൻ പറഞ്ഞിട്ട് പറഞ്ഞു വേണ്ട, എനിക്ക് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ പറഞ്ഞിട്ടില്ല. പേടിയുണ്ടായിരിക്കും അല്ലേ? പേടിയുണ്ടായിരിക്കും. അത് ആങ്ങളെ മരണപ്പെട്ടത് അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളൊരു സ്ത്രീ കൂടിയല്ലേ ചെയ്യുന്നത്, അതൊരു പ്രശ്നം ഉണ്ടാവും. അതിനുശേഷം മക്കളുടെ വിദ്യാഭ്യാസമുണ്ട്, വീട്ടിലെ മറ്റു ഉപജീവന മാർഗങ്ങളൊക്കെ മുന്നിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഷീജ ചേച്ചി തെങ്ങ് കയറാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ തെങ്ങ് കയറാൻ തുടങ്ങിയത്. മോന് 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്തായിരുന്നു. ഇപ്പം മോന് +2 കഴിഞ്ഞ്. മോളിപ്പം 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലെത്തി. ഇപ്പം 10ാം ക്ലാസ്സിലെത്തി മോള് 10ാം ക്ലാസ്സിലെത്തി, മോൻ +2-നെത്തി. ഈ യാത്ര ഷീജ ചേച്ചി ഇങ്ങനെ തുടരുകയാണ്. ഞാനിങ്ങനെ പോകുന്നു. ഇപ്പം ഓരോ സ്ഥലങ്ങളിലെല്ലാം പോയി, ഇങ്ങനെ ഓരോ നാടുകളിൽ, ഇപ്പം എറണാകുളം, തിരുവനന്തപുരം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇപ്പം കുറച്ച് നാളായി പിന്നെ എവിടെയും പോവാണ്ട് വീട്ടിൽ തന്നെ. ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ആദരിക്കാറുണ്ട് അല്ലേ? ആ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ? എല്ലാവരും അതായത് കൈരളി മമ്മൂക്കേൻ്റെ പിന്നെ കൈരളി ജ്വാല അവാർഡിൻ്റെ അത് കിട്ടി. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ പോയി, തിരുവനന്തപുരം, കൊല്ലം, അങ്ങനെ സ്ഥലങ്ങൾ പറയാനൊരു പറ്റുന്നില്ല. നമ്മൾ നാട്ടിൽ നിന്നും ഓരോ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സ്വീകരണമായിട്ടും ഇങ്ങനെയെല്ലാം സഹായിച്ച് ഇതാക്കിയിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല എല്ലാവരുടെ അടുത്തും. എന്നുവെച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ വിളിച്ച് വിട്ടുപോകുന്നല്ല, എന്നുവെച്ചാൽ ഓരോ സ്ഥലങ്ങളും ഓർമ്മ വരുന്നില്ല, അല്ല ഓരോ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഷീജ ചേച്ചി അപ്പോഴും അനിയൻ കള്ള് ചെത്താൻ തെങ്ങി കയറുന്നതും ഭർത്താവ് ഈ ജോലി ചെയ്യുന്നതും ഒക്കെ ദൂരെ മാറി നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പം ഇതിന് നല്ലൊരു മെയ്വഴക്കം വേണം. തെങ്ങിലേക്ക് കയറാനായാലും കള്ള് ചെത്താനായാലും ഒക്കെ ഇത്തിരി കായികപരമായി ഇത്തിരി അധ്വാനമുള്ള ഒരു ജോലിയും കൂടിയാണ്. അതൊരു സ്ത്രീക്ക് എല്ലാ സമയത്തും പറ്റിക്കൊള്ളണം എന്നുമില്ല. എന്നിട്ടും ഷീജ ചേച്ചി എങ്ങനെ ഇത് പഠിച്ചെടുത്തത്? എങ്ങനെയാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാല് വേദന, കൈവേദന എല്ലാം തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അന്നേരം പിന്നെ ഇതൊന്നും അത്ര നോക്കിയില്ല. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് അടിയെന്ന് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് കൊലയടിക്കണം, ഇങ്ങനെ പിന്നെ 3 നേരം കയറാൻ പറ്റണം. പിന്നെ ഫ്രീ ആയതുകൊണ്ട് മാസത്തിൽ 7 ദിവസം ലീവ്, അതൊരു പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ട് ഇത്. ഓക്കെ, ഷീജ ചേച്ചി ആ സമയത്ത് ഈ തെങ്ങി കയറി കള്ള് ചെത്തി ആദ്യത്തെ കള്ള് ഷാപ്പിലേക്ക് എത്തിക്കുമ്പോൾ അറിയായിരുന്നോ ഞാനാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളി എന്നൊക്കെയുള്ള കാര്യം അറിയായിരുന്നോ? ഇല്ല, അതൊന്നും അറിയില്ല. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേരിൽ അളക്കാന്ന് വെച്ചിട്ടല്ല ചെയ്തത്. ഭർത്താവ് ചെത്തു തൊഴിലാളായതുകൊണ്ട് ഭർത്താവിൻ്റെ പേരിൽ കള്ള് അളക്കാന്ന് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെയാണ് അറിയുന്നത് കേരളത്തിൽ ആദ്യത്തെ വനിത ഞാനാണെന്ന്. അത് വലിയ എങ്ങനെയാ അറിഞ്ഞേ? ആരാ പറഞ്ഞത്? പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചാനലും അങ്ങനെ ഓരോരുത്തർ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ തൊഴിൽ ചെയ്ത് ഷാപ്പിൽ കള്ളളക്കുന്നുണ്ട് എന്നല്ലാണ്ട്, പക്ഷേങ്കിൽ ഇങ്ങനെ ആദ്യത്തെ വനിതയാണെന്നൊന്നും അറിയില്ല. ഓക്കെ, എല്ലാവരും അറിയുന്ന കേരളത്തിൽ ആദ്യത്തെ വനിതയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ അല്ല, അങ്ങനെ ആയതുകൊണ്ടാണല്ലോ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഒരുപാട് അവാർഡും ആദരവും ഒക്കെ കിട്ടിയത്. അതങ്ങനെയാണ്. ഷീജ ചേച്ചിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചെത്തു തൊഴിലാളി. അതിനുശേഷം വന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്, പക്ഷെ ഷീജ ചേച്ചിയാണ് ആദ്യത്തെ ആള്. അപ്പം ഷീജ ചേച്ചി ആദ്യമായിട്ട് കിട്ടിയ ഒരു പൈസ, അതിന്റെ ഒരു ഓർമ്മയുണ്ടോ? ഇത് ഈ ജോലി ചെയ്ത് ആദ്യം ഷീജ ചേച്ചിയുടെ കയ്യിലേക്ക് കിട്ടിയ ഒരു പൈസ? അതിപ്പോൾ ആദ്യം ജോലി ചെയ്ത് പൈസ ഇപ്പം നമ്മൾ കുടുംബത്തിലേക്ക് അന്നേരം കുറച്ച് ബുദ്ധിമുട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് പിന്നെ അന്നേരം അതെല്ലാം അങ്ങ് ഇതായിപ്പോയി. എന്നുവെച്ചാൽ ഭർത്താവ് ശരിക്കും ഒരു കൊല്ലത്തിന് മേലെ പണിക്ക് പോകാണ്ട് ആയി. അന്നേരം ഞാൻ വേറെ പണിയൊന്നും എടുക്കുന്നില്ല, തൊഴിലുറപ്പിൽ പോവും. ഇപ്പോഴത്തെ പോലെ തൊഴിലുറപ്പെല്ലാം കുറവാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പം കുറയാണ്ട് ഇരുന്നാലും, പക്ഷെ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസം പണി എടുത്തു കഴിഞ്ഞാലും അങ്ങനെയൊന്നും 1 മാസത്തിൽ 14 പണി അങ്ങനെയല്ലേ കിട്ടൂ. ഇപ്പം പണി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഒരു വർഷം 100 പണി, ചെറിയ പൈസയല്ലേ ഉള്ളൂ പണിക്ക്. തൊഴിലുറപ്പിന് 200 എത്രയോ അങ്ങനെയേറ്റേ ഉള്ളൂ. ഇപ്പം 300 ചില്ലറ പൈസ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ആ പൈസ കൊണ്ടൊന്നും നമുക്ക് ആവില്ലല്ലോ. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം എങ്ങനെയാ ഈ കള്ള് ഷാപ്പിലേക്ക് എത്തിച്ചു കൊടുത്താൽ കിട്ടുന്ന ഒരു പൈസ എങ്ങനെയാ? എത്ര രൂപ കിട്ടും? ഇപ്പം 100 രൂപ 1 ലിറ്ററിന് നമുക്ക് കിട്ടുന്നത് ഷാപ്പിൽ നിന്ന്. പിന്നെ ഇൻസെൻറ്റീവ് എല്ലാം അവിടെ ഉണ്ടാവും. 1 ലിറ്റർ വെച്ചിട്ടാണ്. ഇപ്പം കച്ചവടമെല്ലാം കുറവാണ് ഷാപ്പിൽ, അതൊരു പ്രശ്നമുണ്ട്. നമുക്ക് എന്താ കള്ളൊന്നും പോകുന്നില്ല, ആള് കുടിക്കാനും വരുന്നില്ല. എന്തുകൊണ്ടാണെന്നും അറിയാൻ പറ്റുന്നില്ല, ഷാപ്പിൽ കള്ളൊന്നും പോകുന്നില്ല. ഒരു കള്ളുചെത്ത് തൊഴിലാളി എന്ന രീതിയിൽ ബുദ്ധിമുട്ടുകളുണ്ടോ? ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്. നമുക്കിപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല. ഇത് 3 നേരം ആരായാലും ഇപ്പം മരണപ്പെട്ട് കഴിഞ്ഞാൽ 3 നേരം തെങ്ങ് ചെത്തിയിരിക്കണം. നമുക്കിപ്പം 3 നേരം ചെത്തിയില്ലെങ്കിൽ കള്ളൊന്നും ഉണ്ടാവില്ല. 3 നേരം ഇല്ലെങ്കിൽ 2 നേരമെങ്കിലും എന്തായാലും ഒരു ദിവസം ചെത്തിയില്ലെങ്കിൽ നമ്മൾ പണി പോക്കാം. എന്നിപ്പോൾ പശുവിൽ തന്നെ നമ്മൾ തുടങ്ങേണ്ടി വരും. ഇപ്പം ഉള്ളതിൽ ചൂട് കാലത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദിവസം ഉച്ചക്ക് ചെത്തിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം കള്ളുണ്ടാവില്ല. അതൊരു പ്രശ്നമുണ്ട്. എവിടെയാ മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കെങ്കിലും
നമ്മൾ ചെത്തിയിരിക്കണം. അത് നമുക്ക് പോകാൻ ഇത് ആരെ പറയുന്നേ? ഇങ്ങനെ ചേച്ചി പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെ കള്ള് ചെത്തിയിരിക്കണം എന്നുള്ളത് അല്ല, നിർബന്ധമാണ്. ചെത്തിന്നല്ല വെച്ചാൽ നമ്മൾ ഇപ്പം പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം ചെത്തിക്കൊണ്ട് ഇന്ന് ഉച്ചക്ക് ചെത്തിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം ചെത്തുന്നാണെങ്കിൽ കള്ളുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഷാപ്പിൽ ഇത്ര ലിറ്റർ ഒരു ദിവസം എത്തിക്കണം എന്നുള്ളത് നിർബന്ധം ഉണ്ടാവും അല്ലെ? അത് നിർബന്ധം നമുക്ക് ഇങ്ങനെ 8 ലിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിഞ്ഞ് ഇത് കിട്ടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ട് ഈ കണ്ണൂരുള്ള അതിൻ്റെ ഒരു പൈസ ഉണ്ട്. അത് നമുക്ക് 8 ലിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കിട്ടും. അതൊരു പ്രശ്നം. അതിന് താഴെയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. കള്ളിൽ ഷാപ്പിൽ കള്ള് കൊടുത്താൽ പൈസ കിട്ടും. പക്ഷെ 8 ലിറ്റർ കള്ളെങ്കിലും വേണം. 8 ലിറ്റർ കിട്ടാറുണ്ടോ ദിവസവും? ഇപ്പൊ കള്ള് കുറവാ. എന്നാലും ഒരു 5 ലിറ്റർ ഒക്കെ 5 ലിറ്റർ കിട്ടും. 5 കിട്ടും അല്ലേ? ചില സമയത്ത് ഭയങ്കര പോക്കാണ്. ഇത് ഈ ജോലി കൊണ്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരാൾ 10ാം ക്ലാസ്സിൽ, ഒരാൾ +2, പിന്നെ ചേച്ചി, ഭർത്താവ്. ഒരു 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 സാധാരണ ഒരു കുടുംബത്തിന് ഈ ജോലി കൊണ്ട് ജീവിച്ചു പോകാൻ സാധിക്കും? കള്ളുണ്ടെങ്കിൽ ജീവിച്ചു പോകാൻ പറ്റും. പക്ഷെ കള്ളില്ലാത്ത സമയത്താണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക്. എന്ന് വെച്ചാൽ വേറെ ഒരു മാർഗവും നമുക്കില്ല. എന്ന് വെച്ചാൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. വേറെ പിന്നെ വരുമാനങ്ങളൊന്നും നമുക്കില്ല. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ നാടൻ പണി. അനിയനാണ് ആദ്യമായിട്ട് കുടുംബത്തിൽ നമ്മൾ ഈ ചെത്തു തൊഴിലാളിയിൽ ഫസ്റ്റ് വന്നത് നമ്മൾ ഏച്ചിയുടെ ഭർത്താവാണ്. ഓക്കെ. ഏച്ചിയുടെ ഭർത്താവ് അവരാണ് ചെത്തു തൊഴിലാളി പഠിച്ചത് ആദ്യം. പിന്നെ അവരാണ് നമ്മളെ എൻ്റെ ഭർത്താവിനെ പഠിപ്പിച്ചത്. അത് ശരി. എൻ്റെ ഭർത്താവിനെ പഠിപ്പിച്ചതിന് ശേഷം അവർ ഏച്ചിൻ്റെ ഭർത്താവ് എൻ്റെ അനിയനെ പഠിപ്പിച്ച്. ഇപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവും ചെത്തു തൊഴിലാളി തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ കാണുന്ന സമയത്ത് ഷീജ ചേച്ചിയുടെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പം അന്നും എന്നോട് അച്ഛന് ഞാൻ ഈ ജോലി ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല, അച്ഛൻ അറിയാതെയാണ് ചെയ്തു തുടങ്ങിയതെന്ന് പറഞ്ഞു. ഇന്ന് അച്ഛനും ഇല്ല, അനിയനും ഇല്ല. ഇപ്പം അച്ഛൻ മരിച്ചിട്ട് 2.5 വർഷം അങ്ങനെയായി. പിന്നെ അനിയൻ മരിച്ചിട്ട് 8 വർഷമായി. അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞൊരു ജോലിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു അച്ഛൻ പറഞ്ഞതിന്റെ, അനിയൻ പോയതിന്റെ ഒക്കെ ഒരു ഓർമ്മ എങ്ങനെയാ? അച്ഛൻ പോയത് കുറച്ച് വിഷമമുണ്ട്. പക്ഷെ അനിയൻ പോയത് ഭയങ്കരമായിട്ട്. എൻ്റെ അച്ഛനിപ്പോൾ വയസ്സായിട്ടാണല്ലോ പോയത്. അവളെന്ന് പറഞ്ഞാൽ 24 വയസ്സായ സമയത്താണ് പോയത്. നല്ലൊരു എല്ലാവരോടും ഇപ്പോൾ നമ്മുടെ മക്കൾ തന്നെ പറയും, മാമനുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇതായിരുന്നു എന്ന്. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അവന് പോയത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഭയങ്കര വിഷമം തന്നെയാണ് ഓൻ പോയത്. അതുണ്ട്. അനിയൻ എത്ര വയസ്സുണ്ടായിരുന്നു ചേച്ചി? അവന് മരിക്കുമ്പോൾ 24 വയസ്സ്. 24 വയസ്സ്. എത്ര വർഷമായിട്ട് കള്ള് ചെത്തുന്നുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നത് 5 വർഷം ആയെന്നോ സംശയം. 4 വർഷം എങ്കിലും ആയിട്ടുണ്ടാവുന്ന തോന്നുന്നു. എങ്ങനെയാ വീഴാൻ, തെങ്ങിന്റെ മേലേന്ന് വീഴാൻ എന്തായിരുന്നു കാരണം? മഴയായിരുന്നോ? അല്ല, മഴ അന്ന് ചെറുതായിട്ട് മഴ. പക്ഷേ ഈ തെങ്ങിൻ്റെ മുകളിൽ തന്നെ പറയുന്ന കേട്ടതാണ്, തെങ്ങിൻ്റെ മുകളിൽ തന്നെ ചെത്തുന്ന സമയത്ത് കൈയിൻ്റെ ഞരമ്പ് മുറിഞ്ഞു പോയി. അപ്പം രക്തം ഫുള്ളും വാർന്നിട്ട് താഴെ വീണതാണ്. എൻ്റെ വീട്ടിലെ അനിയത്തിൻ്റെ മോളും അച്ഛനും ഉണ്ടായിരുന്നു. അമ്മ പണിക്ക് പോയിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ വീട് നിൽക്കുന്നതാണ് കുറച്ച് ദൂരം തന്നെയാണ്, വീട്ടിൻ്റെ ദൂരമാണ്. പക്ഷേ അവൾ വരുന്ന കാണാനായിട്ട് അവൾ പോയത്. അവൾ പറഞ്ഞ് വരുന്ന കാണുന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ വീഴുന്നൊരു ഒച്ചയും കേട്ടിട്ടുണ്ട് പോലും. അങ്ങനെ നോക്കുമ്പോൾ വീണിട്ട് ആൾക്കാരെ വിളിച്ച് വരും. ആശുപത്രി കൊണ്ടുപോയപ്പോൾ ആശുപത്രിയിൽ എത്തിയില്ല, അപ്പോൾ തന്നെ മരണപ്പെട്ടു. എന്നിട്ടും ഷീജ ചേച്ചി ചെയ്യുന്നത് ഈ ജോലിയാണ്. എന്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമോ ഒരു പേടിയോ? നമ്മൾ ഇത്രയും ഉയരത്തിലേക്ക് വലിഞ്ഞു കയറുകയാണ്. അപ്പം അനിയൻ്റെ ജീവൻ പോയത് ഇതിൻ്റെ മേലെ നിന്നാണ്. അങ്ങനത്തെ ഒരു എന്തെങ്കിലുമൊക്കെ എനിക്കറിയാം, ഞാൻ ചോദിക്കുന്നത് കുറച്ച് ക്രൂവലാണ്. ഇപ്പൊ അത്ര പ്രശ്നമില്ല. എന്ന് വെച്ചാൽ വരുന്നത് എന്തായാലും വരും എന്നുള്ളൊരു ഇത്. അതിപ്പോ അടിയിൽ നിന്നായാലും വരും, മേലെ നിന്നായാലും വരും. അപ്പൊ പിന്നെ ജീവിക്കാനുള്ള ഒരു മാർഗം തേടി മേലെ കയറുമ്പോ, അല്ലെങ്കിലും പൊതുവെ നമ്മൾ പറയുമല്ലോ, ചെറുതിലേ മുതലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, തെങ്ങ് ചതിക്കൂല എന്നുള്ളത്. ചതിക്കൂലെന്നൊന്നും പറഞ്ഞുകൂടാതെ ചതിക്കൂല്ലേ? ചതിക്കൂ, അത് പറയാൻ പറ്റൂല. എന്തായാലും പക്ഷെ ഷീജ ചേച്ചിനെ കാണുമ്പോൾ ഒരു അത്ഭുത തോന്നേ. ഷീജ ചേച്ചി അങ്ങനെ വലിയൊരു വിദ്യാഭ്യാസം നേടിയ ഒരാളല്ല, ചുറ്റും പുറം ലോകം അധികം കണ്ട ഒരാളല്ല. എങ്ങനെ എന്ത് നടക്കുന്നു കാര്യങ്ങളോ ഒന്നും ഷീജ ചേച്ചിക്ക് അറിയില്ല. ഷീജ ചേച്ചിയുടെ മുന്നിലുള്ള ഒരൊറ്റ കാര്യം,
എൻ്റെ കുടുംബം പുലരണം എന്നുള്ളതാണ്. 2 മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണം. അതിന് ഭർത്താവിന് താങ്ങും തണലുമായി നിൽക്കുന്നു. ഭർത്താവിനെ പോലെ അതേ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വീട്ടമ്മ. പക്ഷെ ഷീജ ചേച്ചി ഒരു അത്ഭുതമാണ്. എന്താന്ന് വെച്ചാൽ ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഈ ജോലി തന്നെ ചെയ്ത് ചേച്ചി ജീവിതത്തിൽ സക്സസ് ആയി നിൽക്കുന്ന ഒരാളാണ്. എന്താ പറയണമെന്നറിയില്ല. ഷീജ ചേച്ചി ഹാപ്പിയാണോ? സന്തോഷം തന്നെ. സന്തോഷത്തിന് ഒരു കുഴപ്പമൊന്നുമില്ല. എന്നാലും തന്നെ ഒരു സമാധാനം ഉണ്ടോ ജീവിതത്തില്? സമാധാനം എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. കള്ളെല്ലാം കുറവാണ്. ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് ആവുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു അങ്ങനെ ആരെങ്കിലും ഒക്കെ ഷീജ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, എന്തിനാണ് ഈ ജോലി, വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ സ്ത്രീകൾക്ക് പറ്റിയത്, ഈ ജോലി എന്തിനാന്ന് പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷേപവാക്ക് എന്തെങ്കിലും പറഞ്ഞു? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ ഞാനിത് ജോലി ചെയ്യുമ്പോൾ ആരും കാണുന്നില്ലേനു. എന്ന് വെച്ചാൽ ഞാൻ കാണാണ്ടായാലും ചെയ്യുന്നത്. ഈ കത്തിക്കൂടെല്ലാം എടുത്തിട്ടാണ് പോവുക. തെങ്ങിൻ്റെ ചോട്ടെന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളേനു. ശരിക്കും ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാരെല്ലാം കണ്ടത്. പിന്നെ ചാനലിൽ വന്ന് അങ്ങനെ ആരും കാണുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് തന്നെയാണ് ചെത്തുന്നത്. പിന്നെ ഇപ്പം എല്ലാവരും കണ്ടതുകൊണ്ട് പ്രശ്നമില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഷീജ ചേച്ചിയുടെ ഇവിടെ ഈ നാട്ടില്, ഈ പന്നിയോട് എന്ന് പറയുന്ന ഈ നാട്ടില് അധികം അടുത്തടുത്തല്ല വീടുകള്. അല്ല കുറച്ച് ദൂരെയാണ്. നമ്മളെ വീട് തന്നെ ഒരു 3-4 വീടുണ്ടെങ്കിൽ ഒരു ഫുള്ളും ചുറ്റും കാടാണ്. അതുകൊണ്ടായിരിക്കും അന്ന് ചിലപ്പോ ആരും കാണാതെ പോയത് അല്ലേ? നമ്മളെ വീട് എന്ന് പറഞ്ഞാല് ഈ ആദിവാസി നമ്മള് ST പെട്ടതാണ്. അതിൽ വിട്ടതാണ് നമ്മള്. അപ്പൊ നമ്മള് ഫോറസ്റ്റ് ഏരിയയിലായതുകൊണ്ട് നമ്മൾ ഈ ചുറ്റുപാടെല്ലാം വീട്ടിന്റെ ചുറ്റുപാട് ഒരു 3-4 വീടുണ്ടാവും. പിന്നെ ഫുള്ളും ഫോറസ്റ്റ് ഏരിയ. പിന്നെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വീട്, അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ ആരും നമ്മളങ്ങനെ അറിയപ്പെടുന്നില്ലല്ലോ. കടകളില്ല. കടകൾ വരണമെങ്കിൽ നമ്മൾ കണ്ണപം തന്നെ വരണം. കണ്ണപം അല്ലെ കോളയാട് വരണം. അങ്ങനെ ഒരു ഇതുണ്ട്. എല്ലാരും സപ്പോർട്ടായിരുന്നു അല്ലെ? കുഴപ്പമില്ല, സപ്പോർട്ടായിരുന്നു. എന്നാലും എന്തെങ്കിലും മക്കളോ ഈ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അമ്മ വേറെ എന്തെങ്കിലും ജോലി നോക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു? അവർക്കൊരു ഇതുണ്ടായിരുന്നു. അവർക്കിപ്പം വന്ന് അവർക്ക് പിന്നെ ചാനലിലും ഒരു പറയാനും പോകാനൊരു കുറവ് പോലെ ആയി. മറ്റത്തിന് കുറവല്ല, ഇവർക്ക് പറയണ്ട എന്താന്നൊരു ഇതായത് മടിയാണ്. എന്നാലും അവർക്ക് സന്തോഷമല്ലേ? സന്തോഷം തന്നെ. ഓക്കെ. മോള് എന്താ +2 കഴിഞ്ഞിട്ട് എന്ത് പഠിപ്പിക്കാൻ? 10ാം ക്ലാസ്സില്. മോൻ +2 കഴിഞ്ഞു. ഓന് ഇപ്പം മൊബൈൽ മെക്കാനിക്കിന് പഠിക്കുന്നത്. +2 വിഷയം തോറ്റുപോയി. അതുകൊണ്ട് ഓൻ അതാ പഠിക്കുന്നത്. മൊബൈൽ മെക്കാനിക്കിന്റെ പഠിക്കുന്നത് കണ്ണൂരിന്ന്. പഠിച്ചോളൂ രണ്ടുപേരും. അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കഷ്ടപ്പാടൊക്കെ. അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും മോനോടും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടു. എന്നിട്ട് അവർക്കിപ്പോൾ പിന്നെ നമ്മളെ പോലെ ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റൂലല്ലോ. പഠിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ജോലിയോ എന്തെങ്കിലും മേടിക്കാൻ. ഇപ്പോഴും നിയമങ്ങളൊക്കെ മാറി ഇങ്ങനെ വരിക. കള്ളുചെത്ത് തൊഴിലാളികൾക്ക് പോലും 10ാം ക്ലാസ് തുല്യതയെങ്കിലും എഴുതണം എന്നുള്ള രീതിയിലൊക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ടോ? പിന്നെ പോയി. ഇല്ല, ഇപ്പൊ ചെയ്യുന്നവർക്കല്ല. ഇനി പുതുതായി ഇതില് എന്തൊക്കെയോ ഇതിന്റെ കുറച്ച് കാര്യങ്ങളില്ലേ, രജിസ്റ്റർ ചെയ്യണം അങ്ങനെയൊക്കെ. അതിലൊക്കെ ഉള്ളെങ്കിൽ എല്ലാവരെയും എന്താ പറയാ, കുറച്ച് അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള നിയമങ്ങളാണ് അതൊക്കെ. ചേച്ചിക്ക് ഈ ഒരു ലൈഫിൽ ചേച്ചി പറഞ്ഞു സമാധാനമുണ്ട്, ഇപ്പൊ കുറച്ച് കള്ള് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. ചേച്ചിക്ക് എന്തെങ്കിലും നമ്മുടെ ചേച്ചിയെ അറിയുന്നവരോടോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ റോഡൊന്നും റെഡി ആയിട്ടില്ല. നമ്മളെ പന്നിയോട് മേഖലയിലെ റോഡ് ഒന്ന് പിന്നെ എടുക്കണമെന്നുണ്ട്. അത് ശരിക്കും ആയില്ല. പഞ്ചായത്തിനെല്ലാം വരുമായിരിക്കും. എന്നാലും നമുക്ക് വേറെ എങ്ങനെയെങ്കിലും പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കെന്താ എന്തെങ്കിലും ഒരു ഇപ്പം നമുക്ക് വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് ഇപ്പം ജോലി കിട്ടാനൊന്നും റോഡിൽ അടിച്ചു വരുന്നോ അങ്ങനെ എന്തെങ്കിലും എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നിപ്പം എപ്പം ജോലി ചെയ്യാൻ പറ്റൂലല്ലോ സ്ത്രീകളായതുകൊണ്ട്. എന്നും തെങ്ങി കയറാൻ പറ്റില്ല. അതിന് പറ്റിയ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് റോഡ് സൈഡിലെല്ലാം അടിച്ചു വരുന്നില്ലല്ലോ. ചേച്ചി പറഞ്ഞില്ലേ സ്ത്രീകൾക്ക് എന്നും ഈ പീരീഡ്സ് ടൈമിലൊക്കെ ഈ തെങ്ങി കയറല് അങ്ങനെ? അത് ആ സമയത്ത് 7 ദിവസം ലീവാണ്. 7 ദിവസം കഴിഞ്ഞ് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ വയ്യാത്തത് കൊണ്ടാണ്? അല്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാല് മെൻസസ് ആയി കഴിഞ്ഞാൽ നമ്മൾ വീട് നിൽക്കൂല. നമുക്ക് വേറെ ഒരു സ്ഥലമാണ്, വീട്ടിൽ കയറൂല. അങ്ങനെ പിന്നെ തന്നെ കള്ള് ദൈവത്തിനെല്ലാം കൊടുക്കുന്ന കള്ളല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ ചെയ്യുന്നില്ല.
അങ്ങനെ ഇപ്പോഴും മോളെയും ഒക്കെ അങ്ങനെയാണോ ചെയ്യുന്നത്? ആ വീട്ടിലേക്ക് കയറ്റില്ല? കയറ്റിയില്ല. കയറ്റില്ല. ആ 7 ദിവസം അപ്പൊ എവിടെ 7 നിൽക്കും? ദിവസമല്ല 3 ദിവസം. 3 ദിവസം എവിടെ നിൽക്കും? നമ്മള് പുറത്ത് നിൽക്കും. പുറത്ത്, വീടിന്റെ പുറത്ത് നിൽക്കും. മഴയൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ മഴയത്തുള്ളെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അതിനായിട്ടൊരു ഇതുണ്ട്. അങ്ങനെ വീടിനോട് ചേർന്ന് തന്നെ അതിനായിട്ടൊരു സംവിധാനം ഉണ്ട്. ഓക്കെ. മോളൊക്കെ ഇപ്പോഴും അത് അനുസരിക്കോ? ആ ഉണ്ട്. അനുസരിപ്പിക്കും അല്ലേ? അത് നമ്മളൊരു ഇതായില്ലേ ആദ്യം ഇങ്ങനെ പോകുന്നത് കൊണ്ട് അങ്ങനെ. പണ്ട് കാലങ്ങളിലെല്ലാം നമ്മൾ ടൗണിലെല്ലാം പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ട് മാത്രമേ വീട്ടിൽ കയറ്റൂ. ഓഹോ, അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം പിന്നെ കുളിക്കലില്ല. ടൗണിൽ പോയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് മാത്രം അലക്കി കുളിച്ച് മാത്രമേ വീട്ടിൽ കയറാൻ പാടില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ. എന്തായാലും ഷീജ ചേച്ചി ഇതേപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. നിറയെ കള്ളൊക്കെ കിട്ടുന്ന ഒരു കാലാവസ്ഥയും ഒരു മാസവും ഒക്കെ ഷീജ ചേച്ചിയെ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.